ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി. അപ്പോൾ നമ്മൾ 19-ാം തീയതി കാണിക്കാൻ പോയി. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ സ്റ്റിച്ചിനൊരു പ്രശ്നം വന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വന്നിട്ടാ. അപ്പോൾ പിന്നെ അതാണ് വീഡിയോസൊന്നും പിന്നെ അപ്പോൾ ഇടാനൊന്നും പറ്റിയില്ല. നമുക്ക് കാര്യങ്ങളൊന്നും നമ്മൾ കുടുംബത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ ഇതാക്കി പറഞ്ഞതായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ എത്തി റാഹത്തായി. ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ പഴം വാട്ടി പിന്നെ പാൽ ചായ കുടിച്ചത്. പിന്നെ ഇപ്പം മോനും ചെറുതിനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓനക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ പിന്നെ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. അലക്കിയതൊക്കെ ഉമ്മച്ചിയൊക്കെ മടക്കി വെച്ചാൽ എടുത്ത് വെച്ച് കൊടുത്തേന് മടക്കി വെച്ച്. പിന്നെ മോനെ കുറച്ച് വെയിലൊള്ളിക്കാൻ വെച്ച്. ജനലിൻ്റെ അവിടെ തന്നെ നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മഞ്ഞൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെയിലൊക്കെ കൊള്ളിപ്പിച്ചു. പിന്നെ മക്കൾ രണ്ടാളും അടുത്തുനിന്ന് പോകുമല്ലോ കേട്ടോ. അവർക്ക് ഭയങ്കര എന്തോ ഒരു നിധി കിട്ടിയ പോലെ അവർക്ക് രണ്ടാൾക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദോശയും മീൻകറിയും കഴിച്ചിട്ടോ. രാവിലെ പഴം തിന്നു. പിന്നെ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തിന്നിക്കലാണല്ലോ അമ്മമാരൊരു ഹോബി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ദോശ തിന്നു. പിന്നെ കുറേ ഗുളിക കുടിക്കാനുണ്ടായിരുന്നു. സർജറി ആയതുകൊണ്ട് മുറിവ് ഉണങ്ങാനും അങ്ങനെ വേദനകൾ ടാബ്ലറ്റൊക്കെ ഉണ്ട്. ഇഞ്ചക്ഷൻ ഇപ്പോൾ ഒഴിവായല്ലോ. ഇതുവരെ ഇഞ്ചക്ഷൻ ആയിരുന്നല്ലോ അവിടുന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മച്ചി ചോറ് തൂമിച്ച് തന്നു കേട്ടോ. ചോറ് തൂമിച്ച് മത്തൻ്റെ ഇലയും അച്ചാറും കൂട്ടി തന്നു കേട്ടോ. മീനുണ്ടായിരുന്നു നിലത്ത്. എനിക്ക് രാവിലെ തരാറിട്ട് എടുത്ത് വെച്ച്. പക്ഷെ രാവിലെ മീനൊന്നും കൂട്ടാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വേണ്ടായിരുന്നു. അതിന് ഉമ്മച്ചീനോട് കുറേ ദേഷ്യം പിടിച്ചു തിന്നായിട്ട്. പിന്നെ ഇതും ഉണ്ടാക്കി തന്നിരുന്നു. ഒരു വെളുത്തുള്ളിയും കുരുമുളക് കൂടി ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തിന്നപ്പോൾ എൻ്റെ ഇവിടേക്ക് ഒരു പുകച്ചിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി എന്താക്കി കർമൂസ ഉണ്ടായിരുന്നു പഴുത്തത്. അതൊക്കെ മുറിച്ച് അതൊക്കെ തിന്നു. പിന്നെ ഞാനൊന്ന് ഉറങ്ങി കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോസ് മോളാണ് എടുത്തത്. നല്ല മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതിൻ്റെതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ജ്യൂസ് കൊണ്ടു തന്നു. അപ്പോൾ അവനെ ഉമ്മച്ചി എടുത്തുകൊണ്ട് പോയിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോൾ ഇവരിങ്ങനെ കഥ പറയാം. കുറച്ച് ദിവസം ഞങ്ങളില്ലല്ലോ, അതിൻ്റെ കഥകൾ പറഞ്ഞ് തീർന്നിട്ടില്ല. വിശേഷങ്ങളും കഥകളൊക്കെ പറച്ചില്ല പണി. പിന്നെ കാലിൻ്റെ നീരൊന്നും പോയിട്ടില്ല. കാലിൻ്റെ നീര് പോവാത്തതിന് കാരണം ബ്ലഡ് ഇപ്രാവശ്യം കയറ്റിയിട്ടില്ല. 2 സർജറിക്കും ബ്ലഡ് കയറ്റിയിരുന്നു. അപ്പോൾ ഈ സർജറിക്ക് കയറ്റിയില്ല. അതിൻ്റെ മുമ്പ് ബ്ലഡും അയണിൻ്റെ മരുന്നൊക്കെ നമുക്ക് കയറ്റിയതുകൊണ്ട് ഇപ്രാവശ്യം കയറ്റേണ്ടി വന്നില്ല. ആ സമയം നമുക്ക് കുറച്ച് ബ്ലഡൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ബ്ലഡ് പറ്റെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് നീര് പോവാത്തത്. ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞതാണ് ഞങ്ങൾ ചോറ് തിന്നാനിരുന്നു എല്ലാവരും. ചിക്കൻ പൊരിച്ചതും ഉപ്പേരി ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറുന്ന ഒരു പ്രഹസനമാണ് കാണുന്നത്. അതെല്ലാവരും മക്കൾ ആദ്യമൊക്കെ പറഞ്ഞാൽ അത് ചോറൊക്കെ എടുത്തിട്ട് ടി വിൻ്റെ മുമ്പിലേക്കാണ് പോവുക. അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഓരൊക്കെ തിന്നുക. ഞാൻ അടക്കം അങ്ങനെ തിന്നുക. ഇപ്പോൾ കുഞ്ഞാവയൊക്കെ വന്നതിന് ശേഷം ഇപ്പം ടേബിളിൻ്റെ മേലെ ഇരുന്ന് എല്ലാവരും ഒരു രസമായിട്ട് അപ്പം തിന്നണം. ഓർക്കും കുറച്ച് ദിവസം മിസ് ചെയ്തപ്പം എന്തോ ഒരു ഇതുപോലെ. അപ്പോൾ ഒരുമിച്ച് തിന്നുക. രാവിലെ ചായ കുടിക്കാനാണെങ്കിലും ഒരുമിച്ച് വരിക. അങ്ങനെയൊക്കെ ആയിട്ടോ. നല്ല രസമാണിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ അടിപൊളി. ചിക്കൻ പൊരിച്ചത് എനിക്കിതുവരെ പറ്റില്ലായിരുന്നു. പ്രഗ്നൻസി സമയത്ത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകയൊക്കെ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വയറ്റിലുള്ള സമയത്ത് മീനൊക്കെ പിന്നെയും പറ്റിയിരുന്നു. പിന്നെ ചിക്കനാണ് തീരെ പറ്റാതായത്. ഇപ്പോൾ ചിക്കനൊക്കെ കൂട്ടാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഒരു ഉപ്പുമുളകാണെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ഫുഡ് നമുക്ക് അടിപൊളിയായിരിക്കും.
ഹോട്ടലിലത്തെ ഫുഡൊക്കെ ഭയങ്കര മോശമാണ്. എന്താ പറയുക, അവിടുത്തെ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രാവിലത്തെ കടിയൊക്കെ ചെറുതായിട്ട് ഒക്കെയാണ്, പക്ഷെ ഉച്ചക്കത്തെ രാത്രി നൈറ്റ് ചോറ് അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അവിടുത്തെ ഹോസ്പിറ്റലത്തെ. പിന്നെ ഇപ്പം എന്താ വീട്ടിലെത്തിയല്ലോ, റാത്തായല്ലോ. പിന്നെ വൈകുന്നേരം പഴം പുഴുങ്ങിയനും പഴമൊക്കെ തിന്നു, ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.